മലയാളികളിൽ പലരും ലോട്ടറി എടുക്കുന്ന ആളുകളാണ്. ഒട്ടനവധി എല്ലാ ദിവസവും ലോട്ടറി നറുക്കെടുപ്പുണ്ട്. അനേകം കോടീശ്വരന്മാരെയും ലക്ഷപ്രഭുക്കന്മാരെയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്കാർക്കും അങ്ങനെ ഒരു ലോട്ടറി ഭാഗ്യമുണ്ടായതായിട്ട് അറിവില്ല. അല്ലെങ്കിൽ പലർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ലോട്ടറി ഫലം ഗുണം കിട്ടിയിട്ടില്ല. എന്നാൽ അടിക്കുന്നവർക്കോ നിരന്തരമായിട്ട് ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് അവിചാരിതമായി പോലും എടുക്കുന്നവർക്ക് പോലും അത് കിട്ടുന്നുണ്ട്. എന്നാൽ നിത്യം എടുക്കുന്ന പലർക്കും അത് കിട്ടുന്നില്ല. ഇത് വ്യത്യാസം നിങ്ങൾ അറിയാവോ എന്താണെന്ന്? മാന്യപ്രേക്ഷകർക്ക് ശക്തയ മാന്ത്രിക പീഠത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ലോട്ടറി നിധി, അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, ഇവയൊക്കെ കൃത്യമായി ജാതകത്തിൽ സൂചന ഉള്ളവരാണ്. പക്ഷേ ഈ സൂചനയുണ്ടോ, ജാതകത്തിൽ യോഗമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ആരും ലോട്ടറി എടുക്കുന്നത്. പക്ഷെ അടിക്കുന്നത്, അല്ലെങ്കിൽ അടിക്കുന്ന ആളുകളുടെ അത്തരം ജാതകങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നിധി ലഭിച്ചിട്ടുള്ള ആളുകളുടെയും അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ ധനം, അയാളുടെ സമ്പാദ്യം അപ്രതീക്ഷിതമായി ലഭിച്ചിട്ടുള്ള പല ആളുകളുടെയും ജാതകം നോക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ജാതകം നോക്കിയ സമയത്ത് മനസ്സിലായിട്ടുള്ളത്, ഇവർക്ക് അങ്ങനെ നിധി, ധനം, ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകാൻ ചില യോഗങ്ങൾ അവരുടെ ജാതകത്തിൽ കോമൺ ആയിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പൊ എങ്ങനെയുള്ള ജാതകക്കാർക്കാണ് ഇങ്ങനെ ഒരു ലോട്ടറി ഭാഗ്യം, ധനം, നിധി തുടങ്ങിയവ അപ്രതീക്ഷിതമായ ധനയോഗമുള്ള, അത് ലോട്ടറി മാത്രമല്ല, ധനമുണ്ട്, നിധിയുണ്ട്, ഒക്കെയുണ്ട്. ഇതെങ്ങനെയുള്ള ആളുകൾക്കാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ, ജാതകത്തിലെ ചില പ്രത്യേക യോഗങ്ങൾ ഇവരെ ഇതിന് പ്രാപ്തരാക്കും. ഇനി ആ യോഗങ്ങളുള്ളവർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, ആ യോഗമുള്ള ഗ്രഹങ്ങളുടെ ദശാപഹാര കാലത്തോ ദശാസന്ധി കാലഘട്ടങ്ങളിലൊക്കെയാണ് അത് കിട്ടുക എന്ന് കൂടെ കരുതണം. അല്ലാതെ അവർ ജനനം മുതൽ മരണം വരെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതല്ല. അതിൻ്റെ ഭരണ കാലഘട്ടം ഉണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന ഗ്രഹങ്ങളുടെ അവരുടെ സമയത്താണ് ഇവർക്ക് ഇത് ഭാഗ്യം ഉണ്ടാകുക. അപ്പൊ എങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ, പ്രധാനമായും നോക്കേണ്ടത് നമ്മുടെ ധനസ്ഥാനം എന്ന് പറയുന്ന ജാതകത്തിൽ. പലപ്പോഴും നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ജ്യോത്സ്യന്റെ സഹായം വേണ്ട വരും. നിങ്ങൾക്ക് ആ ഭാഗ്യമുണ്ടോ യോഗമുണ്ടോ എന്നൊക്കെ പറയാനായിട്ട് അത് വേണ്ട വരും. എങ്കിൽ ഞാനൊരു പറയുകയാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ട്. ധനഭാവം എന്ന് പറയുന്നത് 2ആണ്, ലാഭസ്ഥാനം എന്ന് പറയുന്നത് 11ആണ്, ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് 9ആണ്. ഈ 3 സ്ഥാനങ്ങൾ തമ്മിലൊരു പരസ്പര ബന്ധം നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നിധി, ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നത്. എന്താണ് ആ ബന്ധം? 2 എന്ന് പറയുന്ന ആ അധിപന്റെ, നിങ്ങളുടെ ല എന്നെഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഉള്ള സ്ഥലമാണ് 2ാം ഭാവം എന്ന് പറയുന്നത്. ആ 2ാം ഭാവത്തിന്റെ അധിപനോ, ആ 2ാം ഭാവത്തിന്റെ അധിപനായ ഗ്രഹം 11ാം ഭാവത്തിൽ നിൽക്കുക, 9ാം ഭാവാധിപതി 11ലും 11ാം ഭാവാധിപതി 2ലും നിൽക്കുക, അല്ലെങ്കിൽ 2ാം ഭാവാധിപതി 9ലും 11ാം ഭാവാധിപതി 2ലും നിൽക്കുക. അങ്ങനെ ഈ 3 സ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരം ലോട്ടറി നിധി ഭാഗ്യങ്ങൾ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. 2ാം ഭാവാധിപൻ തീർച്ചയായിട്ടും 9ൽ നിൽക്കുകയും 11ാം ഭാവാധിപൻ 2ൽ നിൽക്കുകയും, അല്ലെങ്കിൽ ഇവർ പരസ്പരം യോഗം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ജാതകം ആണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇത്രയും നാൾ വരെ നിങ്ങൾക്ക് ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രതീക്ഷിക്കാം, ഈ 3 ഗ്രഹങ്ങളുടെ ദശാസന്ധി അപഹാര കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ധനയോഗം ഉണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു നിധിയോ ധനമോ ഇൻഷുറൻസ് തുകയോ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആ യോഗമുള്ളവർക്ക് എന്നുള്ളതാണ് ലോട്ടറി അടിക്കുന്ന പലരുടെയും ജാതകത്തിലെ പ്രത്യേകമായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം. അത് നിങ്ങളുടെ ജാതകത്തിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിതുപോലൊരു ഭാഗ്യമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നമസ്തേ.